എന്താണ് നീലിയുടെ വീട്ടിന്റെ ആട്ടുംപാട്ടും ഒക്കെ? അപ്പൊ താങ്കളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. നീലിയുടെ മോളെ പെണ്ണ് കാണാൻ പോകുന്ന ദിവസമല്ലേ ഇന്ന്? ആഹാ. ചെറുക്കനാ? ചെറുക്കനോ? ആ. ലോകത്തെ പ്രേതഗണങ്ങളിൽ മുഴുവൻ പേടിയോടെ കാണുന്നവരാ. ലോകത്തുള്ളവരെല്ലാവരും ആ പേര് കേട്ടാൽ പേടിക്കും. അതെന്താ? ഡ്രാക്കുള. ആ കിളവനെ കൊണ്ടാണ് കെട്ടിക്കണത്? ആ കിളവനല്ല കെട്ടുന്നത്. ഡ്രാക്കുളയുടെ മകനാണ് കല്യാങ്കാട്ട് നീലിയുടെ മകളെ ഇത് പെണ്ണ് കാണാൻ പറ്റും. നടക്കട്ടെ, നടക്കണമല്ലോ. നടക്കട്ടെ. ഞാൻ സെക്രട്ടറിനെ ഒന്ന് അറിയിച്ചിട്ട് വരാം. കൃത്യമായിട്ടുള്ള കുറിമാരെ അയച്ചു വിട്ടേക്കാം. ഇനി വരണം. ചാത്തമാവ, എന്ത്? അവരിങ്ങ് എത്താറായി. എല്ലാ ഒരുക്കങ്ങളും റെഡിയല്ലേ? അവര് വന്ന് കേറുമ്പോ കഴിക്കാനുള്ള ചുടുചോരയും എല്ലും കഷ്ണവും തലയോട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കൂട്ടത്തി ഷുഗർ ഇല്ലാത്ത കുറച്ച് ബ്ലഡ് കൂടെ വെച്ചിട്ടുണ്ട്. അതെന്തിന്? വന്ന് വരുന്ന ബന്ധുക്കളിൽ ഈ വിത്തോട്ടുള്ള ആരെങ്കിലും ഉണ്ടെ സമയത്തെടുത്ത് ഓടാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ, പ്രേതലോകം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണ് കാണൽ ചടങ്ങായിരിക്കണം ഈ കല്യാങ്കാട്ട് നീലിയുടെ മകളുടെ പെണ്ണ് കാണൽ ചടങ്ങ്. അതെന്തൊരു ചോദ്യമാ നീലി? പെണ്ണുകാൾ ഇത്ര വിപുലമാണേ കല്യാണം എന്തുമായിരിക്കും? കിങ്കേമമായിരിക്കും. 25,000 പേർക്ക് ഇരിക്കാനുള്ള കല്ലറ സെമിത്തേരി ഇന്ന് തന്നെ ബുക്ക് ചെയ്യണം. അത് ചെയ്യാം. അത് പറഞ്ഞപ്പോഴാ ആ. താലിമാലയ്ക്ക് വേണ്ടിയുള്ള തലയോട്ടി ശവക്കോട്ട ജ്വല്ലറിക്കാര് കടവായിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടിയുടെ പൈസ എടുത്തിട്ട് പിറ്റേന്ന് കൊടുത്താൽ മതി. അത് നമുക്ക് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യാന്നേ. ആയിക്കോട്ടെ. അമ്മാവാ, അവരിങ്ങ് എത്താറായി. ദേ പട്ടി ഓരിയിടുന്നത് കേട്ടില്ലേ? കാറ്റിൽ രക്തത്തിന്റെ മണം. ഇത് അവന്റെ വരവാണ്. ഡ്രാക്കുള. അപ്പോ പരസ്പരം അഭിവാദം ചെയ്ത സ്ഥിതിക്ക് നമുക്കിനി ഇരുന്ന് സംസാരിക്കാം. എല്ല് മാംസം കാണാത്ത ടീമിനെ പോലെ അവിടെ കൊണ്ടുപോയി അതെല്ലാം ദ്രവിച്ചു പോയി. നോക്കിയിട്ടും കാര്യമില്ല. കൊണ്ടുപോയി കൊണ്ടുപോയി ഇരിക്കാം. ഇങ്ങോട്ട് ഇരിക്കും മോനെ, ഇരിക്കുക. ഡ്രാക്കുള. ഓ, കൊച്ചുനാള് മുതലേ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് മുതലേ ഞാൻ ഡ്രാക്കുളയുടെ ഒരു കട്ട ഫാനാ. പക്ഷെ വായിച്ച് കേട്ടൊരറിവിൽ ഒരു 8 അടി നീളോ അതിനൊത്ത ആകാരമൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. ഇതെന്ത് പറ്റി ഇങ്ങനെ? അത്രയൊക്കെ ഉണ്ടായിരുന്നു. ഷുഗർ വന്നേ. ഞാൻ ഈ ഒരു ശീലം ഉണ്ടായിരുന്നു. എന്ത്? ഈ ഷുഗർ രോഗികളുടെ രക്തം കൂടുതൽ കുടിക്കുമായിരുന്നു. അതാവുമ്പോ മധുരം ഉണ്ട്, ജ്യൂസ് അടിക്കുന്ന അടിക്കാം. അങ്ങനെ ഒരുപാട് കുടിച്ച് ഷുഗർ അടിച്ച് കുഴപ്പമില്ല. ഇപ്പൊ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒക്കെ പോകും. ആരെയാ തിരക്കുന്നേ? ആരെയാ? പടേക്ഷികളൊന്നും കാണുന്നില്ലല്ലോ. പടേക്ഷികളൊക്കെ കല്യാണത്തിന് താലപ്പൊലി എടുക്കാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാരും അത് കാണണം. പിന്നെ കഴിഞ്ഞ ഓണത്തിന്റെ രക്തദാനത്തിന് വേണ്ടിട്ട് ഒരു ആശംസാ വീഡിയോ ഇടാൻ വേണ്ടിട്ട് ഞാൻ വാട്സപ്പിൽ ഒരു സുനാറ്റി അയച്ചായിരുന്നു. മറുപടി കിട്ടിയില്ല. ഈ സെലിബ്രിറ്റി ആയതിനു ശേഷം എല്ലാരും ഇങ്ങനെ വീഡിയോ ചോദിക്കും. അവിടെ ഒന്നും കൊടുക്കാറില്ല. ഇപ്പൊ നമ്മുടെ കുടുംബക്കാരാവുമല്ലേ? ഇപ്പോഴും പഴയതുപോലെ രാത്രി റോഡിൽ ഇറങ്ങി ചുണ്ണാമ്പ് ചോദിക്കാറുണ്ടോ? അയ്യോ, ഇപ്പൊ ചുണ്ണാമ്പ് ചോദിക്കാൻ പോയാൽ പയ്യന്മാര് ഇഞ്ചക്ഷൻ വെച്ച് തരും. അത് പേടിച്ച് ഞാൻ ചുണ്ണാമ്പ് ചോദിക്കൽ അങ്ങ് നിർത്തി. സ്റ്റാമ്പിന്റെ കാലമാണ്. സൂക്ഷിക്കണം നമ്മള്. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, നമുക്ക് വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ അവിടെ മാഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് എന്നെ ഇടിക്കേണ്ടി വന്നില്ല. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടില്ല. ഗേറ്റടവില്ല. സുഖമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വരുത്തുപോക്കെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പറന്ന് അവിടെ എത്തുക എന്നുള്ളതാ. അയ്യോ, ഈ പറക്കുമ്പോ ക്യാമറ പിടിക്കത്തില്ലേ? 2 വെറ്റി വന്ന് കിടപ്പുണ്ട്. ഹെൽമെറ്റ് വെച്ച് കാണൂല. അല്ല, ഇങ്ങനെ ചിരിച്ചും കളിച്ച് നിന്നാ മതിയോ? ബ്രോക്കറെ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. അത് ഞാനങ്ങ് മറന്നു. അപ്പൊ നമുക്ക് ആദ്യം ചെറുക്കന്റെ കൂട്ടരെ പരിചയപ്പെടാം. എല്ലാരും പരസ്പരം അറിയാമെങ്കിലും ഔപചാരികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഔപചാരികമായിട്ട് പരിചയപ്പെടണം എന്നാണല്ലോ ഒരു ഒഫീഷ്യൽ കണ്ടന്റ്. അങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് ചെറുക്കന്റെ വീട്ടുകാർ, ചെറുക്കന്റെ അച്ഛൻ. എടുത്തു പറയേണ്ട ആവശ്യമില്ല. സാത്താമാരിലും ചെകുത്താമാരിലും കെങ്കേമൻ, ഡ്രാക്കുള കോട്ടയുടെ അധിപൻ, സകലമാന മനുഷ്യരുടെ പേടി സ്വപ്നം ഡ്രാക്കുള. രക്തമൊക്കെ കുടിച്ച് ജീവിച്ചു പോകുന്ന ഡ്രാക്കുളയുടെ വകയിലൊരു അമ്മാവന കാരണവര് ക്രാക്കുള. ചെറിയൊരു ക്രാക്കുള്ള ഊള. അതെ, വന്ന് കേറിയപ്പോ മുതലേ പുള്ളി ക്രാക്കത്തരവും പരസ്പരം വിരുത്തായിട്ട് എന്തൊക്കെ കാണിക്കുന്നു. എന്ത് പറ്റി? അത് വേറൊന്നുമല്ല. ഞാൻ പല പ്രാവശ്യം അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്, ഈ വെളിയിൽ പോയി ബ്ലഡ് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. ഈ ഇടയ്ക്ക് ഒരു പയ്യന്റെ ബ്ലഡ് കുടിച്ചപ്പോ ചെറുക്കൻ MDMA ആയിരുന്നു.
ആ ഒരു ക്രാക്ക് പുള്ളിക്ക് കിട്ടി. നോക്കിയും കണ്ടൊന്നും കുടിക്കത്തില്ല. കാരണം അവൻ എന്ത് ചെയ്യുന്നു? അത് സ്വന്തമായിട്ട് ആലയുണ്ട്. ഈ നീളമുള്ള പല്ല് ജാവി മൂർച്ച വെച്ച് കൊടുക്കും. അതാ പണി. വീട്ടിൽ തന്നെ. വീട്ടിൽ തന്നെ. പിന്നെ നമുക്കിനി പ്രധാനപ്പെട്ട ഒരാളിനെ പരിചയപ്പെടണമല്ലോ. കല്യാണ ചെറുക്കൻ ഡ്രാക്കുളയുടെ ഒരേ ഒരു മകൻ, സുമുഖൻ സുന്ദരൻ രസഗുള. മോൻ എന്ത് ചെയ്യുന്നു? പനയക്കയറ്റത്തിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞു. അതുകൂടാതെ ഇപ്പം ശുദ്ധരക്തം അശുദ്ധരക്തം ഇല്ലേ, അത് വേർതിരിക്കുന്ന ഒരു ലാബുണ്ട്. അതെന്താ? അല്ല, ഈ നല്ലത് നോക്കി തെരഞ്ഞെടുത്തവർക്ക് ഉപയോഗിക്കാമല്ലോ. അതെ, നമ്മള് ചെറുക്കന് ഒരേ ആഗ്രഹം. ഇന്നത്തെ കാലത്ത് നമ്മള് നല്ല ബ്ലഡ് കുടിക്കണമെന്ന്. അതാ വിദ്യാഭ്യാസമുള്ള പിള്ളേർ വന്നാ. പണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നു. ഊറ്റമല്ലായിരുന്നു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ അടിച്ചിട്ട് കയറിക്കൊല്ലായിരുന്നു. ബ്ലഡില് വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വരും. മോൻ അതുകൊണ്ട് അതിന്റെ ഒരു റിസർച്ചാ. ലാഭമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ലാഭമല്ല, ലാഭം ഉണ്ടെന്ന് സ്വന്തമായിട്ട്. അപ്പൊ നമുക്കിനി ചെറുക്കൻ കൂട്ടരെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കിനി പെൺകൂട്ടരെ പരിചയപ്പെടാം. എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രക്തയാത്ര നടത്തിയ രക്തരക്ഷസാണ് കള്ളിയങ്കാട്ട് നീലി. കൊള്ളാം. എന്ത് കൊള്ളാം? പേര് കൊള്ളാവുന്നു. ഇതാ ഞാൻ കൊണ്ടുവരാത്ത. പുള്ളി അങ്ങനെ പറഞ്ഞു. അല്ല, ചെറിയൊരു ശീലമുണ്ട്. ബ്ലഡ് കുടിക്കാൻ അടുത്തുവരെ പോകണമെന്നില്ല. നോക്കി നിന്ന് വലിച്ചെടുത്ത് കളയും. അപ്പൊ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഇത് നീലിയുടെ വകയില ഒരു അമ്മാവനാ. ഇല്ലിക്കൽ ചാത്തന്റെ കുഞ്ഞമ്മയുടെ മോൻ ചാത്തന്നൂർ ചാത്തൻ. എന്ത് ചെയ്യുന്നു? ഇവിടെ അധികം വരുന്ന ബ്ലഡ് ഒക്കെ കുടിച്ച് മനയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ സൈമിച്ച് അപ്പൊ നമുക്കിനി പെണ്ണിനെ തള്ളക്കി വിളിച്ചാലോ? അല്ല, പെണ്ണിനെ തള്ള വിളിച്ചാലോ അമ്മ? ഞാൻ വിളിക്കാം. അവിടെ തലയോട്ടി ഉണ്ടെന്നെങ്കിലും ഒരു മോളെ, പ്രയോജനമുണ്ട്. കള്ളിയങ്കാട്ട് പീലി ബാ. ഏതാ വിത്തൗട്ട്? ഇതാ വിത്തോട്ടു. താങ്ക് യു. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആരുണ്ടാക്കിയതാ? അതെന്തൊരു ചോദ്യം അത്? അല്ല, ഇതാരുണ്ടാക്കിയതാ? ഞാനുണ്ടാക്കിയതാ. നല്ല ടീ. അതെ, ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് അയാൾക്കുള്ളായിരുന്നു. സംസാരിക്കാനെന്ന് പറഞ്ഞാൽ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കൊടുത്തത് എന്താ? സ്ത്രീധനമാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് ഇവിടെ പറയണം. പിന്നീട് ഒരു ധാരണപ്പശ ഉണ്ടാവരുത്. അതെ, ഡിമാൻഡ്സ് ആയിട്ട് അങ്ങനൊന്നും ഇല്ല. കാരണം സ്ത്രീ തന്നെയാണ് ഞങ്ങൾക്ക് ധനം. ഞങ്ങളായിട്ടൊന്നും അങ്ങോട്ട് ചോദിക്കുന്നില്ല. അവരായിട്ടൊന്നും തരത്തുമില്ല. വല്ല ചോദിക്കണമെങ്കിൽ ചോദിക്കും. നിങ്ങളായിട്ട് എന്ത് തരുന്നു എന്ന് വെച്ചാൽ അത് അങ്ങോട്ട് മേടിക്കാന്നുള്ള ധാരണയിലാണ്. അല്ല, എന്റെ കൊച്ചിനെ ഞാൻ അനാഥ പ്രേതമായിട്ട് അങ്ങോട്ട് അയക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കറിയാം, നമുക്കറിയാമല്ലോ നേരത്തെ തൊട്ടേ. ആ, കേരളത്തിലെ 4 സെമിത്തേരികൾ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. കൂടാതെ 10 തലമുറയ്ക്ക് ഊറ്റി വലിച്ചു കുടിക്കാനായിട്ട് 2 ടാങ്ക് ചോരയുണ്ട്. പിന്നെ മാത്രമല്ല, ഇവർക്ക് കേറി കിടക്കാൻ ഒരു 10-50 കരിമ്പനയും കൂടെ ഞാനങ്ങ് കൊടുക്കും. കൂട്ടത്ത് ഈ ചാത്തൻ മാമന് ഒരു കരിമ്പോടെ ഒരു രാന്തൽ വളർക്കും. പതി, നിങ്ങൾ ഇഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ. അപ്പൊ ഇനിയിപ്പോ വെച്ച് നീട്ടണ്ടല്ലേ? ഏതെങ്കിലും ഒരു നല്ല ദിവസം. എന്താണ് കാരണവര് പറയട്ടെ? എന്തായാലും അത് പറയും. അതായത് വരുന്ന ദുർഗാഷ്ടമി അന്ന്. ദുർഘാട്ടമേ വേണ്ട, വേറെ ഏതെങ്കിലും. കർക്കിടകാവിന്റെ അന്നായാലും. കർക്കിടക ആവുമ്പോഴത്തേക്ക് എല്ലാവർക്കും വരാനും എടുക്കാനും ഒക്കെ അന്ന് നിശ്ചയം. അത് കഴിഞ്ഞുള്ള അമാവാസിക്ക് കല്യാണം. അങ്ങനെ ഒരു പ്ലാനിങ് ആണ്. കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇപ്പോഴത്തെ തലമുറ ഡ്രാക്കുളൊക്കെ അറിയാമല്ലോ. ചെറുക്കനും മണ്ണനും എന്തായാലും മിണ്ടിയും പറയാനുണ്ടെങ്കിൽ അത് വേണം. അയ്യോ, ഇങ്ങനൊരു സംഭവം ഇന്നേ വരെ ഒരു പെണ്ണ് കാണൽ നടന്നിട്ടില്ല. ചെറുക്കനും പെണ്ണിനും സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ അത് സംസാരിക്കട്ടെ. എന്നാ ഒരു കാര്യം ചെയ്യ, ഏതെങ്കിലും ഒരു പനയിൽ പോയിരുന്ന് നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും സംസാരിക്കണ്ടേ സംസാരിച്ചോ. ഇനി വന്നേ. എന്തോ പനയിൽ പോയിരിക്കുകയാണ്. പയ്യെ തിന്നാ പനയും തിന്നാം. കൂട്ടിച്ച് പിടിച്ചിരുന്നോണം. ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. ശരി എന്നാ നിങ്ങളെ മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിലോലഭാവം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിലോലഭാവം. ഒഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ. നീലി, നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന്
സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചോ? ഇല്ല. സത്യം, മോൻ ഒരുപാട് മാട്രിമോണിയൽ ബന്ധങ്ങൾ നോക്കിയതാ. അതൊന്നുമില്ലാതെ ഈ ബന്ധം തന്നെ മതിയെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? എന്താ? അവന്റെ കല്യാണം കഴിഞ്ഞാലും എനിക്ക് നീലിയെ കണ്ടോണ്ടിരിക്കാമല്ലോ. ഞാൻ ഇപ്പോഴും ആലോചിക്കും, എന്താ നീലി പണ്ട് ഞാൻ പ്രേമിച്ചപ്പോ എനിക്കിഷ്ടമാന്ന് പറഞ്ഞപ്പോ നീ എന്താ ഇറങ്ങി വരാഞ്ഞ? അന്ന് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് അറിയാവോ? വാട്സപ്പ് വഴി 20 കോഡുകളിലൂടെ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു. ആ, അന്നേ വാട്സപ്പ് വഴി 20 കോഡുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇല്ലേ? അപ്പൊ എന്തായാലും മോളെ കെട്ടിച്ചോണ്ടും കൊണ്ട് പോയാലും കൂടെ കൂടെ അങ്ങോട്ട് വരണം. വരും. എന്നെ മറന്നിട്ടില്ലല്ലോ? അങ്ങനെ മറക്കാൻ പറ്റുമോ? നീലി, അതെന്താ കൈ വിറയ്ക്കുന്നേ? എന്തോ നീ ശരീരത്ത് തൊടുമ്പോ രക്തം തലയിലോട്ട് എരച്ച് കേറുന്നത് പോലെ. അറിയാതെ നീ എൻ്റെ മനസ്സിലെ കാണാത്ത കവിതകൾ മൂളി പഠിച്ചിരുന്നു. മുറുകാൻ തുടങ്ങുമെൻ വിറയാർന്ന വീണയെ മാറോടമർത്തി കൊതിച്ചിരുന്നു. എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു. ആഹാ, ഇത് മകളുടെ കല്യാണ ചടങ്ങാണ്, അമ്മയുടെ സേവ് ദ ഡേറ്റ് ആണോ? അല്ല, എനിക്ക് അറിയാൻ പറ്റാണ്ട് എന്താ ഇവിടെ പരിപാടി? എന്താണ്? ഇല്ല, ഞങ്ങളെ പഴയ ഇവിടെ പഴയ കാര്യമൊക്കെ മോളുടെ പെണ്ണ് കാണൽ ചടങ്ങ്. അതാണ് ഞാൻ സെക്രട്ടറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എന്താ ചടങ്ങ് ഇവിടെ നടക്കണത്? അല്ല, മോളുടെ പെണ്ണ് കാണൽ ചടങ്ങാണ്. അതൊക്കെ അവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചവരൊക്കെ അമ്മാവാ, എന്താ സമുദായ പ്രധാനം? ഇവിടെ ഈ ചടങ്ങ് നടത്തുകയല്ല, നടക്കാൻ പാടില്ല. കാരണം ചെറുക്കനാരാണ്? ചെറുക്കൻ വിദേശ ട്രാക്കുളയുടെ മോഹനാണ് ചെറുക്കൻ. എന്താണ് ഒരു കുറവ്? എന്താണ് ഒരു അന്തസ് ഉറപ്പ്? നിങ്ങൾ ഇത് ആരോട് ചോദിച്ചിട്ട്? നമ്മുടെ സമുദായത്തിലുള്ള ആളാണ് ഇത്. ഈ ട്രാക്കുള എവിടെയുള്ള ആളാണ്? വിദേശി വിദേശിയാണെങ്കിൽ നമ്മുടെ സമുദായക്കാരനാണോ? അത് നിങ്ങൾ തിരക്കിയ നമ്മുടെ സമുദായത്തിൽ എത്ര പേരുണ്ട്? അവരെ നിങ്ങൾക്ക് ഇട്ടിച്ചു കൊടുക്കാൻ പാടില്ലേ? നിങ്ങൾ എന്തൊരു വർത്താനം പറഞ്ഞു? കറക്റ്റ് ആയിട്ട് മാംസവരിയും നിങ്ങൾക്കുള്ള ഫുഡും എല്ലാ വർഷവും സമുദായത്തിൽ എത്തിക്കില്ലാണല്ലോ. കൊറോണ വന്ന് പട്ടിണി മൂലം ഇവിടെ കിടന്നു. സമുദായത്തിലുള്ള ഒരു പ്രേതങ്ങളെ പോലും കണ്ടില്ല. എന്നിട്ട് ഇപ്പൊ ആ കൊച്ചു പ്രസാദിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ജലജി കയറി വന്നേക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, സമുദായം സമ്മതിക്കില്ല. ഈ കള്ളിയങ്കാട്ട് നീലിയുടെ യഥാർത്ഥ സ്വഭാവം എടുപ്പിക്കരുത്. ഈ കള്ളിയങ്കാട്ട് നീലിയുടെ മകളുടെ കല്യാണത്തിന് ഇവിടെ ഒരുത്തനും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മളെല്ലാം കുടിക്കുന്ന ചോരയുടെ നിറം ചുവപ്പാ. ഇവിടെ ഒരു സമുദായവും പറയണ്ട. അങ്ങനെയുള്ളവന്മാർ ഇവിടെ ഇറങ്ങിപ്പോക്കോ. തനിക്ക് നാളെ മാനോട്ടോ? ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കാണോ മതം പറഞ്ഞോ ജാതിയൊക്കെ? തത്ത് മേലിപ്പോ നമുക്ക് പ്രേതത്തിന് എന്തോന്ന് ജാതി എന്തോന്ന് മതം? എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ ഇറങ്ങി പോയാൽ മതി. ഇവിടെ നടത്തിയപ്പോഴാണ് ഞങ്ങൾ മുതിർന്നവർ തീരുമാനിക്കും. അതെ, നമുക്ക് ചൂട് ചോരയും എല്ലും കഷ്ണം കഴിക്കാം. അല്ല, അവര് കഴിക്കട്ടെ, എനിക്കിപ്പോ വേണമെന്നില്ല. അല്ലല്ല, ഇത്ര യാത്ര ചെയ്ത് വന്നല്ലേ, ചോടയുടെ ചൂട് കുറയുന്നതിന് നമുക്ക് കഴിക്കാം. വേണ്ട, അവര് കഴിക്കട്ടെ, എനിക്ക് വേണമെന്നില്ല. അല്ല, അയാള് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണോ വേണ്ടെന്ന് പറയുന്നത്? അയ്യോ, അതുകൊണ്ടല്ല വേണമെന്ന് പറഞ്ഞത്. പിന്നെ എന്താ വേണ്ടേ? എനിക്കിപ്പം നിങ്ങൾ ഉണ്ടാക്കിയ ചുടുചോരയും മറ്റു കറികളൊന്നും അല്ല വേണ്ടത്. ഈ ചത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജാതിയും മതവും പറയുന്ന ഇവന്റെ കൊറോള വലിച്ചു കീറി ആ രക്തം ഞാൻ കുടിച്ചോളാം.